ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഇന്നലെ ജമ്മുവിലായിരുന്നു. ജമ്മുവിൽ നിന്ന് നൈറ്റ് ഓടി ഒരു 250-260 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്കുണ്ടായിരുന്നു ശ്രീനഗറിന്. നമ്മളിപ്പോൾ ഏകദേശം ഇനി ഒരു 60 കിലോമീറ്ററൂടെ ശ്രീനഗറിന്. അപ്പോൾ വണ്ടി രാവിലെ ഇന്നലെ ഫുള്ള് കണ്ടിന്യൂസ് ഓടിയതുകൊണ്ട് രാവിലെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് കാര്യമില്ല. നല്ല തണുപ്പാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ഭംഗികളും കാര്യങ്ങളും കണ്ടപ്പോൾ അവന് ഇറങ്ങണം, അവനിറങ്ങി മഞ്ഞിൻ്റെ നിൽക്കണം, റോഡിൽ നിൽക്കണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ വന്ന് വിളിക്കുന്നുണ്ട് ഇറങ്ങാനായി. എനിക്ക് വേണമെങ്കിൽ ഒരു രക്ഷയില്ല, തണുത്തിട്ട് പോയി വണ്ടി ഓടിക്കാൻ പറ്റില്ല, അതേ അവസ്ഥയായിപ്പോയി. കാരണം കാറ്റടിച്ചടിച്ച് ഫ്രണ്ടിൽ കൂടെ കാറ്റടിച്ച് കാലെല്ലാം കൂടെ മരവിച്ച് ഒരു രക്ഷയില്ലാതിരിക്കുവാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഓടി ചെന്നിട്ട് വേണം അവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഇറക്കുന്ന പോയിന്റിലോട്ട്. അങ്ങനെ കുറേ നേരമൊക്കെ നമ്മൾ അവിടെ നിന്ന് കറങ്ങി അവന് അവസാനം തണുത്ത് മരവിച്ച് വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങളവിടുന്ന് പിന്നെ വണ്ടി യാത്ര സ്റ്റാർട്ട് ചെയ്തു. കാരണം ശ്രീനഗറിൽ നോ എൻട്രി ആണെന്ന് പറഞ്ഞു 7-8 മണിയാകുമ്പോഴത്തേക്ക്. അതിന് മുമ്പ് നമുക്ക് അവിടെ പാസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് പിന്നെ വണ്ടി കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ടൗണിലോട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും മഞ്ഞ ലൈറ്റ് വെച്ചത് കാര്യമായി, അല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായതിനായിരുന്നു. നമ്മൾ കുറേ ദൂരം പോയി. ഇനി അവൻ എഴുന്നേറ്റിട്ടില്ല, ഒരാൾ കിടന്ന് ഉറക്കമാണ്. ഞാനും അവനും രാത്രി പകുതി മുക്കാലും 1 മണി വരെ അവന് വണ്ടി ഓടിച്ചു, സുഖേബ് വണ്ടി ഓടിച്ചു. പിന്നെ ബാക്കി ഞാനാണ് ഓടിച്ചത്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം അതിൻ്റേതായ സാധനങ്ങൾ, കോട്ട്, ഷൂ, കാര്യങ്ങളെല്ലാം മേടിക്കണം. ഞങ്ങൾക്ക് എന്തായാലും അബദ്ധം പറ്റി. ഞങ്ങൾ മേടിച്ച എല്ലാം ലോക്കൽ സാധനങ്ങളാണ്, അതുകൊണ്ട് തണുപ്പ് ഭയങ്കരമാണ്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നല്ല വേറൊരു രീതിയിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പേ അല്ല. നോക്കിയാൽ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെ 2-4 വീടുണ്ട്, പിന്നെ മാറി ഒരു പെട്ടി ബോക്സ് വെച്ചേക്കുന്നതിനോട്ടാണ് വീട്. പക്ഷേ എല്ലാം നല്ല രസമാണ് വീടുകളെല്ലാം കാണാൻ. പിന്നെ വണ്ടികൾ കുറവായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്, 1-2 വണ്ടികൾ. പിന്നെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇവിടുത്തെ രീതി അനുസരിച്ച് അവർ വന്ന് അവിടെ എല്ലാം തീ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ തിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് തീ കായണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നമുക്കത് പറ്റത്തില്ലല്ലോ, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി അങ്ങ് പോവുകയാണ്. നമുക്ക് ഏകദേശം ഇനി ഒരു 40 കിലോമീറ്റർ ശ്രീനഗർ എന്നിട്ട് അവിടുന്ന് ബൈപ്പാസിൽ കയറി ലെഫ്റ്റ് കട്ട് ചെയ്ത് വേണം പോകാൻ. അവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇറക്കേണ്ട സൈഡിലോട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമുക്ക് നേരത്തെ അവിടെ ചെല്ലാമെന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നു. എങ്ങനെയാലും ഒരു 1-2 മണിക്കൂർ അടുപ്പിച്ച്. അവർ പിന്നെ പറഞ്ഞു കൊച്ചു വഴിയാണ്, അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഓടി വരണമെന്നാണ് അവർ പറഞ്ഞത്. വേറൊന്നുകൊണ്ടല്ല, നമ്മൾ പോകുന്ന വഴിയിൽ രാവിലെ ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും പിള്ളേരൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ അതുമല്ല ഇവിടെല്ലാം കൊച്ചു വണ്ടികളാണ്, ഈ സുമോ, ടവേര, ഇതിലാണ് ഇവർ ഷട്ടിലടിക്കുന്നത്. ഇവിടെല്ലാം ഓഫീസിൽ പോകുന്ന ആൾക്കാരെയും ജോലിക്ക് പോകുന്ന ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ടും അതിൻ്റെ അകത്തൂടെ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ പറഞ്ഞു എത്ര നേരത്തെ വരാൻ പറ്റുമെങ്കിൽ മാക്സിമം നേരത്തെ ഓടി പോരാൻ പറഞ്ഞു. നമ്മൾ ഏകദേശം ഓടി അവർ പറഞ്ഞ ലൊക്കേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ കോൾ ചെയ്തിട്ടാണ് അവർ നമ്മളെ അവിടെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത്, നമ്മളെ റോഡുകൾ കാണിച്ച് നമ്മളോട് പറയുന്ന ആ റോഡ് വാ, ലെഫ്റ്റ് വാ, റൈറ്റ് വാ എന്ന് പറഞ്ഞ് അവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ലെന്ന് അവർക്ക് അറിയാം. കാരണം ഒത്തിരി കൊച്ചു വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. നമ്മുടെ ഓൾറെഡി വലിയ വണ്ടി ആയതുകൊണ്ട് ഏതെങ്കിലും വഴി തെറ്റിപ്പോയെങ്കിൽ ആകെ പെട്ടുപോകും. അതുകൊണ്ടാണ് അവർ വോയിസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് നമ്മളോട് ഇരുന്ന് സംസാരിച്ചാണ് വരുന്നത്. ഒരു 30 കിലോമീറ്റർ അടുപ്പിച്ചോളം അവർ ഇങ്ങനെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ഇരുന്ന് കേട്ടോ. നമുക്കത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ട് റോഡ് കറക്റ്റായിട്ട് അങ്ങ് ചെല്ലാൻ പറ്റും നമുക്ക്. അപ്പോഴും അതുകൊണ്ട് തന്നെ ഇത് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇത് മൊത്തം ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കൊച്ചു വഴിയാന്ന് പറഞ്ഞ്. ഇപ്പോൾ തിരക്കായി തുടങ്ങിയില്ല. അപ്പോൾ അതിന് മുമ്പ് മാക്സിമം ഓടിച്ചെല്ലാൻ വേണ്ടി അവർ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. ഇതെല്ലാം കണ്ട് ഓരോരുത്തരും ആൾക്കാരുടെ രീതികളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ ഉള്ളവരെല്ലാം കോട്ട്, അതിൻ്റെ മണ്ടയിലെ മറ്റേ ഈ ഭയങ്കര വീതിയിലുള്ള ഡ്രസ്സുകളാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് കൈ അതിൻ്റെ അകത്ത് ഒരു ആളും കൈ വെളിയിലിടുന്നില്ല, എല്ലാവരും കൈ ഉടുപ്പിനകത്ത് തന്നെ ഇട്ടേക്കാണ്. പക്ഷേ അതുകൊണ്ട് തണുപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഏറ്റവും കൂടുതൽ സുമോയിലാണ് ഷട്ടിൽ അടിക്കുന്നത്. പിന്നെ ടവേരയുണ്ട്. ഈ 2 വണ്ടികളാണ് ഇവിടെ കൂടുതലും ബസ് സർവീസ് പോലെ ചെയ്യുന്നത്. ആകെ ഞങ്ങൾ കണ്ടത് ഒരു 2 ബസ്സാണ്. ആ ബസ് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഭയങ്കര നല്ല രസമായിരുന്നു. ഭയങ്കര ഹൈറ്റിലൊക്കെ പണിത് വെച്ചേക്കുന്നൊരു ബസ്സായിരുന്നു. പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വണ്ടിയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മേപ്പോട്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചായക്കട ഇരിക്കുന്നതിൻ്റെ സൈഡിലൊരു ആപ്പിൾ മരം കണ്ട്. അപ്പോൾ
ഇവന്മാർക്ക് ഇപ്പോൾ തന്നെ ആപ്പിൾ കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ആ കടയിലെ പുള്ളിക്കാരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളന്ന് 1-2 പറിച്ചോളാൻ പറഞ്ഞു. കാരണം സീസൺ കഴിഞ്ഞ് സീസണിലെ ആപ്പിളെല്ലാം പറിച്ചുകൊണ്ട് പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാലൻസാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം 3-4 നമുക്ക് കഴിക്കാനും കിട്ടി. ചായ ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ആപ്പിൾ പറിക്കാൻ പോയത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആൻറ്റി ചായ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ ഇവിടുന്ന് തന്നെ അങ്ങ് കഴിക്കാമെന്ന് ഉദ്ദേശിച്ചു. പാഴ്സൽ മേടിച്ചിട്ട് പോകാൻ. വണ്ടിയിൽ കാര്യങ്ങളും ഇരിപ്പുണ്ട്, ചൂടാക്കിയാൽ മതി. അപ്പോൾ റൊട്ടി ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച് 10 റൊട്ടി ഞങ്ങൾ മേടിച്ച് രാവിലെ. അപ്പോൾ അത് കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ നമ്മുടെ ലോഡ് അവിടെ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.